ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ലോബ്സ്റ്ററിനെ എങ്ങനെ കുക്ക് ചെയ്യാൻ നോക്കിയാലോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ യൂട്യൂബ് തന്നെ നോക്കിയിട്ട് ഞാൻ ലോബ്സ്റ്ററിനെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങളും ആദ്യമായിട്ടാണ് ലോബ്സ്റ്ററിനെ ക്ലീൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ ഉപകാരപ്രദമാകും. പിന്നെ കത്രിക ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മളെ തന്നെ നന്നായി ശ്രദ്ധിക്കേണ്ടതാണ്. കത്തി കൊണ്ട് നന്നായി അടർത്തി രണ്ട് സൈഡും വലിച്ചപ്പോൾ തന്നെ ഹെഡും ബോഡിയും സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ ബോഡിയുടെ ആ നടുവിലുള്ള ഷെല്ല് നടുവേ കട്ട് ചെയ്തപ്പോൾ തന്നെ മീറ്റും പെട്ടെന്ന് തന്നെ, പിന്നെ ഇതിൻ്റെ ബോഡി പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റി. ആ തോട് കളഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ ആ മാംസം മുഴുവനായിട്ട് പുറത്തേക്ക് കിട്ടി. പക്ഷേ അതിൻ്റെ ഹെഡ് ശരിക്കും ഒരു ഞണ്ടിൻ്റെ പോലെയാണ് ഇരിക്കണത്. പിന്നെ ഹെഡ് ക്ലീൻ ചെയ്യുമ്പോൾ അതിൽ കുറച്ച് വേസ്റ്റ് പാർട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ റിമൂവ് ചെയ്യാൻ ശ്രദ്ധിക്കണം. പിന്നെ ചെമ്മീനുള്ള പോലെ കുടൽ നമ്മൾ കളയും, വലിച്ചെടുത്ത് കളയും. അതുപോലെ ഇതിനും വലിയൊരു കുടലുണ്ട്, അത് നമ്മൾ റിമൂവ് ചെയ്യണം. പിന്നെ ഫിഷിൻ്റെ വലിപ്പം അനുസരിച്ചുള്ള മീറ്റൊന്നും നമുക്ക് കിട്ടില്ല. ഇതൊരു 2-3 മേടിച്ചാലേ നമുക്ക് ലാഭമാവുള്ളൂ ഒരു ഡിഷായിട്ട് കഴിക്കാനൊക്കെ. ഇതിപ്പോൾ ഒരെണ്ണത്തിൽ അതിൻ്റെ മാംസം നല്ല സോഫ്റ്റാണ്. പിന്നെ ഇതിൻ്റെ വലിപ്പം മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പ്ലേറ്റിൽ ഇതിൻ്റെ മീറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ വലിപ്പം ഏകദേശം എത്രയുണ്ടെന്ന്. പിന്നെ ഇതിൻ്റെ ഹെഡ് നന്നാക്കൽ ഇത്തിരി പാട് തന്നെയായിരുന്നു. നമ്മൾ ഞണ്ടിന് ചെയ്യുന്ന പോലെ അതിൻ്റെ അറ്റം എല്ലാം വെട്ടിക്കളഞ്ഞ് മീറ്റുള്ള പോർഷൻ മാത്രമാണ് എടുത്തത്. പിന്നെയെന്ന് പറഞ്ഞാൽ നന്നായിട്ട് ശ്രദ്ധിച്ച് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ കൈയൊക്കെ മുറിയാനൊക്കെ ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് പരിശ്രമത്തിന് ശേഷമാണ് ഹെഡ് ഞാൻ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തത്. പിന്നെ ഞങ്ങളിത് കൊച്ചിയിൽ പോയപ്പോൾ മേടിച്ചതാണ്. 500 റുപ്പീസിനാണ് ഇത് മേടിച്ചത്. ഞങ്ങളതും കൊണ്ട് വീടെത്തണ വരെ അത് ചത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, ലൈവ് തന്നെയായിരുന്നു. പിന്നെ എത്തിയപ്പോൾ നൈറ്റ് ആയതുകൊണ്ട് ഞങ്ങളത് ഫ്രീസറിൽ വെച്ച് പിറ്റേ ദിവസമാണ് ഞങ്ങൾ എടുത്തത്. ഇതിൽ തല ക്ലീൻ ചെയ്യുന്നത്, ഇത് ക്ലീൻ ചെയ്യുന്നവരാണെങ്കിൽ ഇത് നന്നായി കണ്ടിട്ട് തന്നെ ക്ലീൻ ചെയ്യണം. ഇതിലുള്ള വേസ്റ്റ് പാർട്ട് എന്തായാലും റിമൂവ് ചെയ്ത് കളയണം. അങ്ങനെ ഒരുപാട് നേരത്തെ പരിശ്രമത്തിന് ശേഷം ക്ലീനിങ് എല്ലാം കഴിഞ്ഞതാ ഇത്രയും കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി ഇതിനെ നമുക്ക് സിമ്പിളായിട്ട് ഒരു റെസിപ്പി ആയിട്ട് എടുക്കാം. മീൻ ഒരെണ്ണം ഉള്ളതുകൊണ്ട് ഞങ്ങൾ ബട്ടറിലാണ് ചെയ്തത്. ബട്ടർ ഒന്ന് ഉരുകിയപ്പോൾ ഇത്തിരി മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുത്തു. നല്ലപോലെ കുറച്ച് വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് വാട്ടിയെടുത്തു. പിന്നെ അതിലേക്ക് ഡയറക്റ്റ് ആ ഫിഷ് എല്ലാം ചേർത്ത് കൊടുത്തു.
ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കി കൊടുത്തു. പിന്നെ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, വെള്ളമൊക്കെ അതിൽ നിന്ന് നന്നായിട്ട് ഇറങ്ങി. പിന്നെ കറിവേപ്പില ഇട്ട് നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തു. അപ്പോൾ ഇന്നത്തെ എൻ്റെ ലോബ്സ്റ്റർ കുക്കിംഗ് ഇതാണ്. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.